ചെറിയ ചൂടായി വരുമ്പോൾ നിർത്തുക. മോരുകറി റെഡി. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. തേങ്ങ അരയ്ക്കുക, അതിൻ്റെ കൂടെ തന്നെ മോരും തൈരും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ഓക്കെ. ഇപ്പുറത്ത് ചിക്കൻ പൊട്ടിത്തെറിക്കുന്നു. മോരുകറി റെഡി. ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് ചിക്കൻ. ഈ ചേച്ചി ഞാൻ പറഞ്ഞ കേൾക്കുന്നേയില്ല. ഞാനൊന്നും ഇങ്ങനെ കഴിക്കുന്നില്ല. ഞാൻ മണത്ത് നോക്കിയാൽ തന്നെ ഫ്ലാറ്റാണ്. അതുകൊണ്ട് എന്താ വേണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ, എന്താ ചെയ്യാം. അതെ, ഒരു 3-4 കിലോ ചിക്കൻ ഉണ്ട്. എല്ലാം അവിടെ ഇതുപോലെ പരട്ടി വെച്ചിട്ടുണ്ട് ചേച്ചി. എന്തായാലും പിന്നെന്താണ് ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ ഫ്രൈ, മോരുകറി. ഞാൻ മോരുകറിയുടെ വീഡിയോ എടുക്കാം കേട്ടോ ചേച്ചിയുടെ. എന്താ ചേച്ചി? മോരുകറിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. മോരുകറി ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ എടുക്കും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാണ്. മീൻകറി ഉണ്ട്. അപ്പോൾ മീൻകറി ഇല്ലേ നല്ലത്, ഒരു കറിയും മതി. എന്തിനാ ഈ വിഭവങ്ങളെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്നത്തെ ഇതാണ്. ചുമ്മാ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ എടുക്കണം കേട്ടോ. പിന്നെ കോഴിക്ക് മെക്കത്തി കരിഞ്ഞു ചെയ്തു കണ്ടോ. ഞാൻ പറഞ്ഞതാണ് വേണ്ടാന്ന്. ഇതൊക്കെ കൂടെ എവിടെ കഴിക്കാനാ? ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നവരെ ഭക്ഷണം ഉണ്ടാക്കരുത് അല്ലേ. നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കരുത്. അതായത് കുറച്ചേ കഴിക്കുള്ളൂ. മീൻകറി ഒരൊട്ടുണ്ടെങ്കിലും മതി, കറി സൂപ്പറാണ്. പക്ഷേ ചേച്ചി പറഞ്ഞാൽ കേൾക്കുന്നില്ല. കോവയ്ക്ക് മെഴുക്കുവരട്ടി വെക്കണം പറഞ്ഞു. പക്ഷെ ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞാണ്. വെച്ചത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇതാണ് മീൻകറി കേട്ടോ. ഇതെന്ത് മീനായിരുന്നു? മോദാ മീൻ. ഇത് സൂപ്പർ എന്ന് പറഞ്ഞാൽ കളർ കാണുന്ന നിങ്ങളൊന്നും കൊതി വെക്കല്ലേ. സൂപ്പറായിരുന്നു. അടിപൊളി കറി എന്ന് പറഞ്ഞാൽ അടിപൊളി കറിയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരൊറ്റ കറി പോരെ കറി വെക്കാൻ. ഇതിവിടുന്ന് ഞാൻ പോകുന്നവരെ ഈ കറി തന്നെ മതിയായിരിക്കും കൂട്ടാൻ. ചേച്ചി വെറുതെ ഇങ്ങനെ ജോലി ചെയ്ത് ഉണ്ടാക്കുന്നത് എനിക്കറിഞ്ഞൂടാ എന്തിനാണ്. പിന്നെന്താണ്, രാവിലെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ചിക്കൻ ഇഷ്ടവും ഇടിയപ്പവും കഴിച്ചു. ഞാൻ അങ്ങനെ കഴിക്കില്ല. ഈ മീൻകറി തന്നെ ധാരാളമാണ്. ഞാൻ അവിടുന്നേ പറഞ്ഞതാ, ചേച്ചി ഒന്നും ചെയ്യരുത്, എനിക്ക് വേണ്ടി ഒന്നും സ്പെഷ്യൽ എടുക്കരുത് എന്നിട്ട് പറയാ. ചിക്കൻ ഞാൻ കഴിക്കില്ല തീയ കുട്ടീന്ന്. മീൻ സൂപ്പറാട്ടോ. ചേച്ചി ബീഫ് കഴിക്കും, ഞാൻ ബീഫ് കഴിക്കൂല. കണ്ടോ, കിടന്ന എണ്ണയിൽ കൊതിക്കുന്നു കണ്ടോ. ഇനി മോരുകറി ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മോരുകറി വെക്കുമ്പോൾ ഇത് നമ്മുടെ ചേച്ചിക്കുട്ടിയുടെ കോവയ്ക്കയിലുണ്ടായ കോവലയിലുണ്ടായ കോവയ്ക്ക. ഇവിടെ വീട്ടിലുണ്ടായ കോവയ്ക്കാണ് കേട്ടോ. കണ്ടോ, ഇന്നിപ്പോൾ രാവിലെ പൊരിച്ചതാണ് ഇത്. അതാണ് ഇന്ന് സ്വന്തം ഒരു ഇതും ഇല്ലാണ്ട. എന്ത് രസമാണ് കാണാൻ. ആഹാ കണ്ടു. ഇതൊന്നും ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ കണ്ടില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ വൈകിപ്പോയി. കാണുന്നുണ്ടോ നിങ്ങൾക്ക് കോവയ്ക്ക് നിൽക്കുന്നത്? അതാണ്ടോ, ഇരുന്ന് വലിക്കുന്ന കോവയ്ക്കയാണ് ഇത്. കോവയ്ക്ക പക്ഷെ നല്ല ഹെൽത്തിയാണ്. എന്തൊക്കെയോ ഒരുപാട് മെഡിസിൻ്റെ ഇതില്ലേ ഇതിൽ. പ്രഷറിന് അങ്ങനെ പ്രമേഹം അങ്ങനെ ഒരുപാട് ഇതുണ്ടോ. ഇതിലുണ്ടായത് കോവയ്ക്കാണ്. സ്വന്തം വീട്ടിലെ സ്വന്തം കോവയ്ക്ക പറിച്ച് ഉപ്പേരി തോരൻ. ചേച്ചി ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ ഹോം ടൂർ എടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ട് കാണിക്കാൻ പറഞ്ഞിട്ടാണ്. ഇന്നല്ല, എടുത്ത് കാണിച്ചു തരാം. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളും പച്ചമുളകാണ്. അതായത് ചേച്ചിയുടെ തേയില പച്ചമുളക് ഉണ്ടായതാണ്. ഇവിടുത്തെ ഭാഷ അവിടുത്തെ ഭാഷ എല്ലാം കൂടി കുറച്ച് വ്യത്യാസം വരും. കണ്ടോ, സ്വന്തം വീട്ടിലെ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഹോം ടൂറിൽ കാണിച്ചു തരാം. വീടിൻ്റെ ചുറ്റുപാടും. ചേച്ചിയുടെ ഇവിടെ റോസാപ്പൂവ് അതൊക്കെ കുഞ്ഞു ഇതൊക്കെ ചേച്ചി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ മോരുകറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഗ്യാസ് കത്തിക്കുക. ഫസ്റ്റ് ഗ്യാസ് കത്തിക്കുക, എണ്ണ ഒഴിക്കുക. അതെ, കടുകിടുക. എണ്ണ ചൂടായ ശേഷം കടുകിടുക. കടുകിട്ടു. കടുക് പൊട്ടിയ
ശേഷം ചെറിയ ഉള്ളി, ചുമന്നുള്ളി പറയും, കൊച്ചുള്ളി പറയും, അതിട്ടു. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിട്ട് നന്നായി വഴറ്റാം. അപ്പുറത്ത് മോരുകറി, ഇപ്പുറത്ത് ചിക്കൻ. അത് നന്നായി മൂക്കട്ടെ. ഒരു കെമിക്കലും ഇല്ലാത്ത കറിവേപ്പില. ഫസ്റ്റ് അവിടെ വീട്ടിലുണ്ടായിരുന്നു കറിവേപ്പില മരം. എല്ലാം പോയി വിട്ടത് നാട്ടില്. മഞ്ഞപ്പൊടി ഇട്ടാ ഞാൻ അരച്ചത്. ഇനി ഒരു കുഞ്ഞി കളറിന്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ മോരുകറി കേട്ടോ. അപ്പോൾ ഇച്ചിരി മിനി ചേച്ചി സ്പെഷ്യൽ മോരുകറി. അപ്പോൾ ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. തുള്ളി 1/4 സ്പൂൺ തേങ്ങ അരച്ചിട്ട് ഞാൻ മോരും കൂടെ തൈരും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് എന്നിട്ട് മോരും തേങ്ങയും കൂടെ അരച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുഞ്ഞി ഇച്ചിരിയും മോരേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ മോരും തേങ്ങയും കൂടെ അരച്ചിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. ഉലുവപ്പൊടി ഇട്ട് ഞാൻ അത് ഞാൻ കണ്ടില്ല. ഉലുവപ്പൊടി ഇട്ടു, പിന്നെ ഉപ്പ് ഇട്ടു. തിളക്കണ്ട, ചെറിയ ചൂടായി വരുമ്പോൾ നിർത്തുക. മോരുകറി റെഡി. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. തേങ്ങ അരയ്ക്കുക, അതിൻ്റെ കൂടെ തന്നെ മോരും തൈരും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ഓക്കെ. ഇപ്പുറത്ത് ചിക്കൻ പൊട്ടിത്തെറിക്കുന്നു. മോരുകറി റെഡി. എല്ലാവർക്കും അറിയാവുന്ന ദോശ തന്നെയാണ് കേട്ടോ. ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തൊന്നുമില്ല. ഓരോ സ്ഥലത്ത് മോരുകറി വെക്കുന്നതിന് ഓരോ രീതി ഉണ്ടായിരിക്കാം. ഇതൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. എന്നാലും ഒരു ഇത്. ഇപ്പൊ അങ്ങോട്ടൊക്കെ മോരുകറി വയ്ക്കുമ്പോൾ നമ്മളതിൽ കുമ്പളങ്ങ, വെള്ളരിക്ക അതും കൂടി ഇടും. ഇത് അറിയാത്തവർ കണ്ടുപിടിക്കാം. നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്നുള്ള കറി. അതുകൊണ്ട് സിമ്പിൾ കറി, സിമ്പിൾ മോരുകറി. അപ്പോൾ നമ്മളെ മോരുകറി ഓഫ് ആക്കുന്നു. നമ്മുടെ മോരുകറി റെഡിയായി. യൂട്യൂബ് ഒന്ന് തുടങ്ങിയാലോ ചേച്ചിക്ക്? അതിനുള്ള ആഗ്രഹമില്ല. അപ്പോൾ ചില കുട്ടീസ് നമ്മളുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്ത പോലെ തന്നെ കഴിക്കാൻ പോവാണ്. എല്ലാവരും ഓടി വരൂ. ആർക്കൊക്കെ കൊതി തോന്നുന്നുണ്ട് മീൻകറി കണ്ടിട്ട്? അപ്പോൾ കോവയ്ക്ക ഉപ്പേരി, മീൻകറി, ചിക്കൻ ഫ്രൈ അല്ല, ചിക്കൻ വറുത്തത്, മോര് കറി. ഇനി ഞാൻ കഴിച്ചിട്ട് നിങ്ങളൊക്കെ കൊതിപ്പിക്കാം. കോലം എങ്ങനെയാണെന്ന് വിചാരിക്കണ്ട, ഒന്നും വയ്യ, സ്റ്റമക്ക് പെയിനൊക്കെയാണ്. അല്ല, ചിക്കൻ ഫ്രൈ ഇങ്ങനെ എടുക്കുക. ഫസ്റ്റ് ഞാൻ ചിക്കൻ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. കാലെടുത്ത് തന്നില്ല. കാല് കുഴപ്പമില്ല, ഞാൻ എടുക്കുക ചേച്ചി. ഇതാ ഞാൻ എടുക്കാം. ചിക്കൻ ഉപ്പുപുളിയൊക്കെ ഉണ്ടോ? ഞാനൊന്നും നോക്കിയില്ല. ഉണ്ടോ? സൂപ്പർ. ആർക്കും കൊതി വരുന്നുണ്ടോ? പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ആര് കുടിക്കാൻ? ഇതിപ്പോ വീഡിയോ മെല്ലെ ഞാൻ വരത്തുള്ളൂ, അത് വേറെ കാര്യം. സൂപ്പർ. എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. അതറിഞ്ഞാൽ മാത്രം മതി. കോവയ്ക്കൊപ്പേരി ഓടി വരൂ, എല്ലാവർക്കും കഴിക്കാം. നാട്ടിലെ ചോറാണ്. ഇന്നലെ മീൻകറി ആയിരുന്നു കേട്ടോ, പക്ഷെ ഞാനത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. ഇന്നലെ പിന്നെ ഫുൾ ഡയറ്റല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ചോറെടുക്കുക, എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മീൻകറി ഇങ്ങനെ കുഴയ്ക്കുക. ചോറ് കൂടിയിട്ടുണ്ടെന്നാണ് സംശയം.
ചോറ് ഫുള്ളാக ഞാൻ കഴിക്കുമോ? വേസ്റ്റാക്കാനും പറ്റില്ല, അതാണ് പ്രശ്നം. ഇങ്ങനെ എടുക്കാം, എടുത്തിട്ട് ഇതാ അടിപൊളി. സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇനി കഴിച്ചിട്ട് കാണാം. എല്ലാ വീഡിയോ കൂടെ ഒപ്പത്തിൽ എഡിറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, മോരുകറി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ. ഇനി മോരുകറി കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് പിന്നെ പറയാവേ. ഇനി കഴിക്കട്ടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. സൂപ്പർ. ഒരു ദിവസം ഞാൻ തടിച്ചിട്ടുണ്ടോ? വരും മര്യാദ നോക്കിയാൽ മതിയായിരുന്നു. ഒരു ഇച്ചിരിയും കഴിക്കുന്ന ആള് തടിച്ചു. അങ്ങനെയാണ് ഞാൻ അല്ലേലും മണം വെച്ചിരിക്കും കേട്ടോ. ഇല്ല കേട്ടോ, ഞാൻ ചേച്ചി ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ല തടിയുണ്ടാവും വെച്ചു. നേരിട്ട് കാണുമ്പോൾ ചേച്ചി തടിയൊന്നുമില്ല. കുട്ടിമാളുവാ. അതെ, ഞാൻ കുട്ടിക്കുറുമ്പി. ഹൈറ്റ് ഉണ്ട്. ചേച്ചി നല്ല ഹൈറ്റാ. മണ്ണം ഇത് കറക്റ്റാണ് ചേച്ചി. ഇതൊന്നും കുറയ്ക്കൊന്നും വേണ്ട. അയ്യോ, കറക്റ്റ് വെയിറ്റ്, കറക്റ്റ് തടി, സുന്ദരി ചേച്ചി. അയ്യോ കർത്താവേ, ആരും കണ്ണുവെക്കല്ലേ. കണ്ണു വെക്കരുത്. ഫോട്ടോസിൽ കാണുമ്പോൾ ഇച്ചിരി തടിയുള്ളവർ തോന്നിയായിരുന്നു, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല തടിയതില്ല. ചേച്ചിയുടെ ഹൈറ്റിനനുസരിച്ചുള്ള കേട്ടോ, സുന്ദരിയൊന്നുമല്ല. അതെ കേട്ടോ. പിന്നെ മണ്ണമുണ്ട്, നിങ്ങൾ വീഡിയോയിൽ കാണുമല്ലോ, മുഖം മാത്രമേ ഞാൻ ബ്ലർ ചെയ്യുള്ളൂ. അപ്പോൾ പറയാം. ഓക്കെ, ഫോട്ടോ നിങ്ങളാരും കണ്ടിട്ടില്ല, അതൊന്നും പിന്നെ കുഴപ്പമില്ല. ഞാൻ എൻ്റേതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. അതൊക്കെ ശരിയാണ്. ദൈവം തന്ന സൗന്ദര്യമല്ലേ. ഞാൻ എങ്ങനെയാണ് ചേച്ചി നേരിട്ട് കാണുമ്പോഴും ഫോട്ടോ ഇതിൽ വ്യത്യാസമുണ്ട് ദീകുട്ടി, നല്ല വ്യത്യാസം. ഞാൻ പറയാറുണ്ട് പലരോടും, എന്നെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആളേ അല്ല നേരിട്ട് എന്ന്. അവിടെ ചേച്ചി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നേരിട്ട് കാണുന്ന പോലെ അല്ല എന്നിട്ട്. അല്ല, ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. പെട്ടെന്ന് മനസ്സിലാവും. മനസ്സിലാവുക ചെയ്യും, അത് ഞാൻ തന്നെയാണ്. വ്യത്യാസമുണ്ടോ വീഡിയോസിനും നമുക്ക് നേരിട്ട് കാണുമ്പോഴും? ചില ആൾക്കാർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് രുചിച്ച് കഴിക്കട്ടെ. രുചിച്ച് കഴിക്കാനൊന്നുമില്ല. ഇനി അടുത്തത് ദീനാന கௌதம் மை தமிழ் மக்களே, கேரளாவில் வந்து என்ன ஃபுட்டு? கௌதம் ப்ரோ, மினி அக்கா வீட்டில் வந்து கௌதம் ப்ரோ மீன் குழம்பு, சிக்கன் ஃப்ரை. சிக்கன் ஃப்ரைன்னு சொன்னால் சிக்கன் நம்ம வறுக்கிறது, பொரிச்சதுன்னு சொல்லுவாங்க கேரளாவில். கோவைக்காய் மெழுக்கு விரட்டி. 2 நாளாக ஃபுட்டு. உங்களுக்கெல்லாம் பார்க்கும்போ என்னடா தியா இப்படி நல்லா கட்டுதே, ஊரில் போய் ஃபுட்டை தட்டுதே அப்படின்னு நினைக்கிறீங்களா? குசும்பு வேண்டாம், அசூயப்பட வேண்டாம். பண்ணுறது அண்ணே, அண்ணன் பின்ன மீன் குழம்பு நான்வெஜ் எதுவுமே சாப்பிட்றதில்ல தீனாண்ணா, அதனால் பின்ன பிரச்சனை இல்லை. ஓகே, அப்படி நான் சாப்பிட்டுட்டு முடிஞ்சால் லைவ் வருவோம், மிச்சம் லைவில் பார்ப்போம். ஓகே, சாப்பிட்டுட்டு வருவேன்.